സാധാരണഗതിയിൽ ജിമ്മിൽ പോകുന്നത് ആരോഗ്യം കാത്തുസൂക്ഷിക്കാനായിരിക്കും. പക്ഷേ ഇന്റൻസീവ് ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ ജിമ്മിൽ പോകുന്നത് തന്നെ അപകടകരമായിട്ടുള്ള സിറ്റുവേഷനിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം ഡോക്ടർ സജി കുരുട്ടോളം സാറിന്. അപ്പോൾ ജിമ്മിൽ പോകുന്നത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഫിറ്റ്നസിന് വേണ്ടിയിട്ടൊക്കെയാണ്. പക്ഷേ ഇപ്പം നമ്മൾ ഒരുപാടായിട്ടുള്ള ന്യൂസസ് കേൾക്കുന്നത് ജിമ്മിൽ പോയി വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. എന്താണ് സാറിന്റെ അഭിപ്രായം? നമുക്ക് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റീസ് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും അങ്ങനെ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത്. അതെ, ജിമ്മിൽ ഇപ്പോൾ പോയി എന്തെങ്കിലും ഒരു സിനിമാ നടനോ അല്ലെങ്കിൽ പ്രമുഖ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വിചാരിക്കുന്നത് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരും അല്ലെങ്കിൽ അപകടം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ഈ കഴിഞ്ഞ പ്രാവശ്യം മാരത്തോണിടയ്ക്ക് ഒരു പ്രമുഖ ഓഫീസർക്ക് പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ആ സമയത്താണ് ഈ മാരത്തോൺ കൂടുതൽ നമ്മൾ ഓവറായിട്ട് എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാരത്തോൺ ഹാർട്ട് അറ്റാക്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ ആൾക്കാർ ശ്രദ്ധിക്കാറായിട്ടുള്ളത്. അപ്പോൾ ഈ സെലിബ്രിറ്റികൾക്ക് വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ സാധാരണയിൽ നമ്മളത് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല. പിന്നെ എക്സസൈസ് എന്ന് പറയുന്നത് 4 കോമ്പണന്റ് ഉണ്ട്. എൻഡ്യൂറൻസ് എന്ന് പറയും, അതായത് നമ്മുടെ സ്റ്റാമിന ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എക്സസൈസ് ആണ്. അതാണ് മെയിൻലി കാർഡിയോ എക്സസൈസ് കൊണ്ട് ചെയ്യുന്ന സംഗതി. പിന്നെ രണ്ടാമതൊരു സംഗതിയാണ് സ്ട്രെങ്തനിങ് എക്സസൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ മസിൽസിന്റെ സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ എക്സസൈസ്. അതുപോലെ സ്ട്രെങ്ത് കൂട്ടുന്നത് മസിൽസിന്റെ ബൾക്ക് ഉണ്ടാക്കാനായിട്ടുള്ള എക്സസൈസ് ആണ്. മൂന്നാമത്തെ എക്സസൈസ് ബാലൻസിങ് എക്സസൈസ്. ഇത് കൂടുതലായിട്ട് പ്രായമായവരിൽ ചെയ്യുന്ന എക്സസൈസിനാണ് അതിനുള്ള പ്രാധാന്യമുള്ളത്. കാരണം ഈ ബാലൻസ് പോയിട്ട് വീഴുക എന്നുള്ളതാണ് പ്രായമായിട്ടുള്ളൊരു വലിയൊരു ഹെൽത്ത് പ്രോബ്ലമാണ്. സ്ലിപ്പ് ചെയ്യുക, വീഴുക, ഫ്രാക്ചർ ആയിട്ടുള്ളത്. പിന്നെ ഒന്നാണ് പ്രായം കൂടുന്തോറും നമുക്ക് വരുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ബോൺ ജോയിൻസ് എല്ലാം സ്റ്റിഫായി പോകും. പലരും പറയാറുണ്ട് അവരുടെ കൈ പൊക്കാൻ പറ്റില്ല, കൈ പുറകോട്ട് എടുക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ നടക്കുമ്പോൾ തന്നെ ഈ ജോയിൻസ് ഒന്നും പഴയ പോലെ ഒന്നും ഫ്ലെക്സിബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്ട്രെങ്തനിങ് ഉണ്ട്, ബാലൻസിങ് ഉണ്ട്, സ്ട്രെച്ചിങ് ഉണ്ട്, എൻഡുറൻസ് വെച്ചാൽ സ്റ്റാമിന ബിൽഡിങ്. ഈ 4 കോമ്പണന്റും കൂടുന്നതാണ് എക്സസൈസ് എന്നുള്ളത്. അപ്പോൾ ശരിക്കും ജിമ്മിൽ ചെന്ന് കഴിഞ്ഞാൽ അത് മെയിൻലി 2 ടൈപ്പ് ഓഫ് കോമ്പണന്റ് ആണ് അവർ നമ്മളിത് കാണുന്നത്. ഒന്ന് മെയിൻലി ഈ ട്രെഡ്മിൽ എക്സസൈസ് നമ്മൾ ചെയ്യാറുണ്ട്, അതാണ് കാർഡിയോ എക്സസൈസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്റ്റാമിന കൂട്ടാനായിട്ടും എക്സസൈസ് ബേൺ ചെയ്ത് കാലറി ബേൺ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒന്ന് സ്ട്രെങ്ത് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ വെയിറ്റ് ട്രെയിനിങ്, റെസിസ്റ്റൻസ് ട്രെയിനിങ്, ബെഞ്ച് പ്രസ്, ഡംബൽസ്, ഇതെല്ലാം നമ്മൾ സ്ക്വാറ്റ്, ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഓരോ ബോഡിയിലുള്ള ഓരോ തരത്തിലുള്ള മസിൽസിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മസിൽസ് ഒരു 40 ഇയേഴ്സ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള മസിൽ മാസ് ഓരോ വർഷം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. മസിൽ മാസ് തന്നെയല്ല കുറഞ്ഞു പോകുന്നത്, മസിൽസിന്റെ സ്ട്രെങ്തും കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വെയിറ്റ് ട്രെയിനിങ്, ഇപ്പോൾ ചെറിയൊരു ഡംബൽസ് എടുക്കുകയോ അല്ലെങ്കിൽ നിലത്തുള്ള ഒരു പുഷപ്സ് എടുക്കുകയോ അല്ലെങ്കിൽ താഴെ ഇരുന്നിട്ടുള്ള സ്ക്വാറ്റിംഗ് എക്സസൈസ്, ഇങ്ങനെയുള്ള ചെറിയ സ്റ്റെപ്പ് ക്ലൈംബ് ചെയ്യുക എന്നുള്ള എക്സസൈസ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ടൈപ്പിലുള്ള എക്സസൈസ് നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ ചെയ്ത് തുടങ്ങി നമ്മളത് ശീലിച്ചു പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പലപ്പോഴും 45 വയസ്സില ഞാൻ ഇന്നു മുതൽ ഇനി ഒരു അത്ലറ്റായിട്ട് മാറാൻ പോവുകയാണ്, ഒരു ജിമ്മിൽ പോയി ഒരു റെഗുലർ എക്സസൈസ് തുടങ്ങുക എന്നുള്ള പലർക്കും ഒരു തീരുമാനം എടുക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള തീരുമാനങ്ങൾ മിക്കവാറും 1-2 മാസം കഴിയുമ്പോഴത്തേക്കും തന്നെ തീരുമാനം പെട്ടിയിലാകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹാബിറ്റാണ്. ആ ഹാബിറ്റ് ഒരു ഫസ്റ്റ് സെക്കൻഡ് ഡെക്കേഡ് ഓഫ് ലൈഫ്, അതായത് സ്കൂളിൽ പഠിക്കുമ്പോൾ കാലത്ത് തന്നെ ആ ഒരു അത്ലറ്റിക് അല്ലെങ്കിൽ സ്പോർട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ സമയത്ത് നമ്മളത് ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ പ്രായമാകുമ്പോൾ പിന്നെ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനല്ലെങ്കിൽ അതുപോലെ മോട്ടിവേഷൻ ആവശ്യമുള്ള സംഗതി. ഏത് ഏജിലായിരിക്കും സാർ ഉദ്ദേശിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ഏർലി ആയിട്ടുള്ള ചെറിയ പ്രായത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൊച്ചിന് 1 വയസ്സായപ്പോഴത്തേക്ക് ആ കൊച്ചിനെ സ്വിമ്മിങ്ങിന് വിടുമെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ അത്രയ്ക്കും ചെറിയ പ്രായത്തിൽ തന്നെ പിള്ളേർക്ക് ആ ഒരു എക്സസൈസിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെ പേരൻസ് കുട്ടികൾക്കുള്ള ഒരു റോൾ മോഡൽ ആവണം. അല്ലാതെ നീ പോയി എക്സസൈസ് ചെയ്യട എന്ന് പറഞ്ഞ് ഉപദേശിച്ചാൽ പോരാ, അവർ റോൾ മോഡൽസ് ആയിട്ട് അവർ കാണിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ പിള്ളേർ അത് ഫോളോ ചെയ്യുള്ളൂ. പണ്ട് നമ്മൾ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ അച്ഛനന്മാർ പറയണത് കേട്ടല്ല, കുട്ടികൾ അച്ഛനന്മാർ ചെയ്യണ കണ്ടാണ്, ഇമിറ്റേറ്റ് ചെയ്താണ് അവർ ഫോളോ ചെയ്യുന്നത്. സർ, അപ്പൊ ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരു ഹൃദ്രോഗമുള്ള ഒരാള് ജിമ്മിൽ പോകാൻ പ്ലാൻ ചെയ്യാൻ, അപ്പം ഈ ജിമ്മിൽ പോകുന്നതിന് മുന്നേ ഒരു പ്രീ ജിം ചെക്കപ്പ് എന്ന് കൊണ്ട് നമ്മള് ചെറിയ പ്രായത്തിലുള്ളവർക്ക് അതിൻ്റെ അകത്ത് വലിയ കാര്യമില്ലായിരിക്കും. പക്ഷെ ഒരു 40 വയസ്സ് കഴിഞ്ഞ്
ഒരു എക്സസൈസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ജിമ്മിൽ പോകണം എന്ന് വിചാരിക്കുന്നവർക്ക് ഒരു ഹെൽത്ത് ചെക്കപ്പ് എപ്പോഴും ചെയ്തിട്ട് പോകുന്ന എപ്പോഴും നല്ലത്. അത് തന്നെയല്ല, അതൊരു ചെക്കപ്പ് ആവുകയും ചെയ്യും. അവർക്ക് ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, കാരണം BP ഉള്ളവർക്ക് ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ BP കൺട്രോൾ അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ട്രെഡ്മിൽ പോലുള്ള എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഹെൽത്ത് ചെക്കപ്പിന് പോയി കഴിയുമ്പോൾ ട്രെഡ്മിൽ ടെസ്റ്റ് അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം നമുക്ക് സേഫായിട്ട് എത്ര സ്പീഡ് വരെ എക്സസൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കണക്ക് നമുക്ക് ജിമ്മിൽ പോകുന്നതിന് മുമ്പേ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇന്ന ഫിറ്റ്നസ്സോടുകൂടി ഇന്ന രീതിയിലുള്ള എക്സസൈസ് എനിക്ക് ചെയ്യാൻ പറ്റും, ഇന്നത് ചെയ്യാൻ അതിനേക്കാൾ കൂടുതൽ ഇന്നത് ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഇപ്പം നടുവേദനയുള്ള ഒരാൾക്ക്, നടുവിൻ്റെ ഡിസ്കിൻ്റെ പ്രോബ്ലം ഉള്ള ആൾക്ക് ചെയ്യാൻ പറ്റാത്തതും ആയിട്ടുള്ള എക്സസൈസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്ത് പ്രോബ്ലം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം നമ്മൾ മുട്ടിന് തകരാറുള്ളവർക്ക്, മുട്ടിൻ്റെ തേയ്മാനമുള്ളവർക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പെസിഫിക് എക്സസൈസ് ഉണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ വേണം എക്സസൈസ് പ്രോഗ്രാം ജിമ്മിനകത്ത് ചെയ്യാനായിട്ട്. പിന്നെ ജിമ്മിൽ പോയിട്ട് നമ്മൾ ജിമ്മിൻ്റെ ഇൻസ്ട്രക്ടർ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ജിമ്മിൽ ചെയ്യുന്നത്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ജിമ്മിൻ്റെ ഇൻസ്ട്രക്ടർക്ക് നമ്മുടെ പോരായ്മകളും നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ വീക്ക്നെസ്സും എന്താണെന്ന് മനസ്സിലാക്കി, നമ്മുടെ നീഡ്സും എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്ത് തരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രോഗ്രാം എല്ലാവർക്കും ഒരുപോലെ അല്ല. ചിലർക്ക് ഒരു പ്രോഗ്രാം ആയിരിക്കും, വേറൊരാൾക്ക് വേറൊരു സെറ്റ് ഓഫ് പ്രോഗ്രാം ആയിരിക്കും. 70 വയസ്സുള്ള ഒരാൾക്ക് ഒരു ഹാർട്ട് പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഒരു എക്സസൈസ് ഷെഡ്യൂൾ പ്രോഗ്രാം ആയിരിക്കില്ല 30 വയസ്സുള്ള ഒരു അത്ലറ്റിന് വേണ്ടിയിട്ട് ഇൻസ്ട്രക്ടർ. അപ്പോൾ ഇൻസ്ട്രക്ടറുടെ റോള് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. സർ, ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഹാർട്ട് ഡിസീസ് ഉണ്ടാവുമല്ലോ. അപ്പം ഈ ഡിഫറെന്റ് ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാർക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സസൈസ് ആണോ ജിമ്മിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഡ്യൂറേഷൻ ആണോ ശ്രദ്ധിക്കേണ്ടത്? അത് ഡിഫറെന്റ് ടൈപ്പാണ്. ഇപ്പൊ നമ്മൾ നോട്ട് എവരി ഹാർട്ട് പേഷ്യന്റ് ഈസ് സെയിം അല്ല, എല്ലാ ഹാർട്ട് പേഷ്യന്റും ഡിഫറെന്റ് ആണ്. ചിലർക്ക് നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വാക്കിംഗ് എക്സസൈസ് മാത്രം ചെയ്യണം എന്ന് പറയുന്ന പേഷ്യൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഹാർട്ട് തീരെ വീക്ക് ആയിട്ടുള്ളവർക്ക്. അതേസമയത്ത് അല്ലാത്ത ഒരു മെജോറിറ്റി പേഷ്യൻസിനും സാധാരണ പോലെയുള്ള എക്സസൈസ് ചെയ്യാം. പിന്നെ ബോഡി ബിൽഡിംഗ് പോലെയുള്ള വെരി സിവിയർ ഹെവി എക്സസൈസിലേക്ക് പോകാതിരുന്നാൽ മാത്രം മതി. സാധാരണ നോർമൽ ആയിട്ടുള്ള രീതിയിലുള്ള എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്ന ഒരു സംഗതി, എക്സസൈസ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, അവർക്കൊരു കാർഡിയക് പ്രോബ്ലം വന്നു അല്ലെങ്കിൽ ഒരു സർജറി വന്നു, അത് കഴിഞ്ഞൊരു ബ്രേക്ക് വന്നു കഴിഞ്ഞിട്ട് അവർ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും സ്ലോ ആയിട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ബിൽഡ് ചെയ്യണം. അതായത് ദിവസം 5 ഗെയിം ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് കാലിലൊരു ടെൻഡൻ റപ്ചർ വന്നു അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, ഒരു മാസം 2 മാസം ബ്രേക്ക് എടുത്തു, അതിനുശേഷം തിരിച്ച് കളിക്കാൻ തുടങ്ങുമ്പോൾ ആ പഴയ 5 ഗെയിമിൽ തുടങ്ങരുത്, സ്ലോ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഉള്ള ഓരോ ആക്സിഡൻസ് ഉണ്ടാകുന്നത്. ഇപ്പം ജിമ്മിൽ പോയിട്ട് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ചെയ്യുക, റെഗുലർ ആയിട്ട് ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. സർ, ഈ ഹാർട്ടിന് വാൽവിന് തകരാറുള്ള ആൾക്കാർക്ക് ഈ ജിമ്മിൽ പോകാൻ അഡ്വൈസബിൾ ആണോ, അല്ലെങ്കിൽ പോയാൽ തന്നെ എന്തൊക്കെയാണ് അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ട്? ഹാർട്ട് ഈ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യാൻ പാടില്ലാത്ത ചുരുക്കം ചില സിറ്റുവേഷൻസ്. അതെന്തൊക്കെയാണ്? അത് മെയിൻലി ഒരു ഹാർട്ട് അറ്റാക്കോ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള 1 മാസം 2 മാസം സമയത്തേക്ക് ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യരുത്. പിന്നെ ഹാർട്ട് സർജറി അങ്ങ് ചെയ്യുക. പിന്നെ വാൽവിന് തകരാറുള്ള വ്യക്തികൾ, പിന്നെ എന്തെങ്കിലും ഒരു പനി, ജലദോഷം, ന്യൂമോണിയ, ഇങ്ങനെയുള്ള വൈറൽ ഫീവർ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 1-2 ആഴ്ചയെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ഗ്യാപ്പ് എടുത്തിട്ട് നമ്മൾ ആ ബോഡിയിലെ ഹെൽത്ത് നമുക്ക് തിരിച്ച് കിട്ടി എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് വന്ന ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ പനി, ജലദോഷപ്പനിയോ അല്ലെങ്കിൽ പനിക്കാനുള്ള ലക്ഷണമോ അല്ലെങ്കിൽ കഫക്കെട്ടോ ജലദോഷം ഇങ്ങനെയുള്ള സമയത്തൊന്നും നമ്മൾ എക്സസൈസ് ചെയ്യരുത്, ജിമ്മിൽ പോവുകയും ചെയ്യരുത്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സംഗതിയാണ്. സാർ, ഇപ്പം നേരത്തെ തുടക്കത്തിൽ സാറ് പറഞ്ഞിരുന്നു ഈ സെലിബ്രിറ്റി പോലുള്ള ആൾക്കാർക്ക് വരുമ്പോഴാണ് നമ്മൾ ഇതിന്റെ ന്യൂസ് തന്നെ അറിയുന്നത്, ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സഡൻ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാർ? സഡൻ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സംഗതി ഇല്ല. ശരിക്കും ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നതിന് ഇയേഴ്സ് ഓഫ് പ്രിപ്പറേഷൻ വേണം. ഇപ്പം നമ്മളൊരു രക്തക്കുഴലിനകത്തൊരു ബ്ലോക്ക് ഒരു 100% ആകുമ്പോഴാണ് നമ്മളൊരു ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അത് കുറേ നാൾ 10% ആയിരുന്നു, പിന്നെ കുറച്ച് നാൾ 20% ആയിരുന്നു, 30% ആയിരുന്നു, 60%, 70%, 80% ഒക്കെ എത്തുന്നവരെ പേഷ്യന് യാതൊരു സിംറ്റം ഉണ്ടാവണമെന്നില്ല. ഒരു ഫൈൻ മൊമെന്റിൽ പെട്ടെന്നൊരു പ്ലാക്ക് റപ്ചർ പോലെ വന്നിട്ട് പെട്ടെന്ന് അത് 100% അടയുമ്പോഴാണ് ആൾക്ക് നെഞ്ചുവേദനയോ ഹാർട്ട് അറ്റാക്കോ ഉണ്ടാകുന്നത്. ഒരു 90-95% എത്തിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് എന്തെങ്കിലും എക്സേർട്ട് ചെയ്യുമ്പോഴത്തേക്കും വേദന വരിക, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഈ വർഷങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഗതിയുടെ ഒരു പോയിന്റിലാണ് നമ്മൾ പറയുന്നത് ഒരു ഹാർട്ട് അറ്റാക്ക് ആകുന്നത്, പെട്ടെന്ന് അടഞ്ഞു പോകുന്നത്. ഉദാഹരണമായിട്ട് നമ്മുടെ പൈപ്പ് ഉണ്ടല്ലോ,
പൈപ്പിനകത്ത് ഒരു ദിവസം തുറക്കുമ്പോൾ അതിനകത്ത് വെള്ളമില്ല, നമ്മൾ നോക്കുമ്പോൾ പൈപ്പ് ബ്ലോക്ക് ആയിരിക്കുക. പക്ഷെ ആ ബ്ലോക്ക് എന്നുള്ള പ്രോസസ്സ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. ചെറിയ രീതിയിലുള്ള തുരുമ്പ് വന്നു, പിന്നെ വന്നു, അടഞ്ഞടഞ്ഞ് വന്നു, ചെറിയ ഈ വരുന്ന വെള്ളത്തിന്റെ ഫോഴ്സ് കുറഞ്ഞു, എന്തെങ്കിലും ഒരു സംഗതി വന്ന് പെട്ടെന്ന് അടയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് പൈപ്പ് അങ്ങ് അടഞ്ഞു പോവുക. സിമിലർ സംഗതി തന്നെയാണ് ഹാർട്ടിനകത്ത് സംഭവിക്കുന്നത്. അപ്പൊ ഈ ഒരുപാട് സെലിബ്രിറ്റീസ്, നമുക്കറിയാവുന്ന സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ട്, പേരെടുത്ത് പറയുന്നത്. ഈ സെലിബ്രിറ്റീസ് ഒക്കെ വളരെ ഇന്റൻസീവായിട്ടും വളരെ കാലാകാലങ്ങളായിട്ട് എക്സസൈസ് ചെയ്ത് അവരുടെ ഹെൽത്ത് ഫിറ്റ്നസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ അവർക്ക് ഇതേപോലെ സഡൻ ആയിട്ട് ജിമ്മിൽ വെച്ചിട്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് മരിക്കുന്നു. ഇതിന്റെ റീസൺസ് എന്തായിരിക്കും? ഇതിന്റെ നമ്മുടെ ഒരു സെലിബ്രിറ്റി, ഞാൻ പേര് പറയണില്ല, അവരുടെ എക്സസൈസ് പ്രോഗ്രാം കണ്ടു. പക്ഷെ 45 വയസ്സുള്ള ഒരു 3 സെലിബ്രിറ്റീസ് അടുത്തടുത്തിടയിൽ ഹാർട്ട് അറ്റാക്ക് വന്നെന്ന് പറഞ്ഞു. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ ചില സിനിമയുടെ റോളിലേക്ക് വേണ്ടിയിട്ട് അവരുടെ വെയിറ്റ് 8-10 കിലോ കൂട്ടുക, വേറെ സിനിമയുടെ റോളിലേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് കണ്ടമാനം കുറയ്ക്കുക. ഉദാഹരണമായിട്ട് ഈ അടുത്ത ദിവസം തന്നെ നമുക്ക് ആടുജീവിതം എന്നുള്ളൊരു സിനിമ ഉണ്ടായി. അപ്പൊ അതിനകത്ത് പൃഥ്വിരാജ് തന്നെ വെയിറ്റ് കണ്ടമാനം കുറയ്ക്കുകയും അതുപോലെ തന്നെ പിന്നെ കണ്ടമാനം റീഗെയിൻ ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. 2 ടൈംസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഒരിക്കലും നമ്മുടെ ബോഡിക്ക് അത്ര നല്ലതല്ല ശരി. കാരണം ഇത് ഇത്രയും മാത്രം ഫ്ലക്ച്വേഷൻ ബോഡിക്ക് ഭയങ്കര ലോഡാണ്. അത് പല ഫിലിം സ്റ്റാർസും ചില സമയത്ത് ചെയ്യാറുണ്ട്, വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കിയിട്ട് പിന്നെ വെയിറ്റ് ഗെയിൻ കുറയ്ക്കുക എന്നുള്ളതൊക്കെ. അത് ഈ ഫുഡ് ഡയറ്റ് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അത് നമ്മുടെ ബോഡിക്ക് ഒരുപാട് സ്ട്രെയിൻ ഉണ്ടാക്കും. അപ്പോൾ ഇത് ഇവരുടെ ടൈം പീരീഡ് വളരെ ഷോർട്ടാണ്. ഇന്ന സമയത്തിനുള്ളിൽ 30 ദിവസത്തിനുള്ളിൽ 10 കിലോ കുറയ്ക്കണം എന്നുള്ള ഒരു ഡെഡ് ലൈനോട് കൂടിയാണ് ഇവരിത് ചെയ്തു തുടങ്ങുന്നത്. അല്ലെങ്കിൽ 20 ദിവസത്തിനുള്ളിൽ 10 കിലോ കൂട്ടണം എന്നുള്ള ഡെഡ് ലൈനോട് കൂടിയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മസിൽ മാസ് കൊണ്ട് നമ്മുടെ റാംബോയിൽ ഒരിക്കുന്ന സിൽവർ സ്റ്റാലോൺ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഞാൻ ഞാൻ ഓർക്കുന്നുണ്ട്. പുള്ളിക്ക് 6 പൗണ്ട് ഓഫ് മസിൽസ് ഏതാണ്ട് 6 ആഴ്ച കൊണ്ട് ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് പുള്ളി സ്റ്റിറോയിഡ് എടുത്തു, അതിന് വേണ്ടിയിട്ട് പ്രോട്ടീൻ പൗഡർ ഹെവി ആയിട്ടുള്ള എടുത്തു. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും മറ്റ് പ്രശ്നങ്ങൾ ഇവർക്ക് വരും. അപ്പോൾ അവരുടെ ഒരു സെലിബ്രിറ്റീസിന്റെ ഒരു എക്സസൈസ് ഷെഡ്യൂൾ പ്രോഗ്രാം എന്നൊക്കെ പറയുന്നത് പല സെലിബ്രിറ്റീസിന്റെ സാധാരണ നോർമൽ ആയിട്ടുള്ള ഹെൽത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാരെ പോലെ അല്ല, അതിൽ നിന്ന് അല്പം ഡിഫറെൻ്റ് ആണ്. ഉദാഹരണമായിട്ട് കർണാടകത്തിലുള്ള ഒരു ഫിലിം സ്റ്റാർ പെട്ടെന്ന് മരിച്ചു എന്ന് പറയുന്ന ആളുടെ ഫ്ലിപ്പിംഗ് എക്സസൈസ് എന്ന് വെച്ചാൽ വളരെ ഇന്റൻസ് എക്സസൈസ് ആണത്, ഹെവി ഇന്റൻസ് എക്സസൈസ് ആണ്. സർ, അങ്ങനെ ഇന്റൻസ് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ഇന്റർണലി സംഭവിക്കുന്നത്? നമ്മുടെ ഈ റെസിസ്റ്റൻസ് കണ്ടമാനം കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രഷർ കണ്ടമാനം കൂടും, ഹാർട്ടിന് കണ്ടമാനം ലോഡ് വരും ഭയങ്കരമായിട്ട്. അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും പെട്ടെന്ന് ഒരു രക്തക്കുഴലിനകത്തൊരു വിള്ളലുണ്ടാകും. ആ വിള്ളലാണ് പെട്ടെന്ന് ബ്ലോക്ക് ആകുമ്പോഴാണ് ഹാർട്ട് നിന്ന് പോകുന്നത്. അത് ഏത് പോയിന്റിലാണെന്നനുസരിച്ചിരിക്കും. രക്തക്കുഴലിന്റെ തുടക്ക ഭാഗത്താണെങ്കിൽ ഒരു വിള്ളൽ വന്നിട്ട് ബ്ലോക്ക് വരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതാവും. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ കാലാകാലങ്ങളായിട്ട് ബിൽഡ് ചെയ്ത് വരണം എന്നില്ല. ബിൽഡ് ചെയ്ത് വന്നാൽ പോലും സഡൻ സിവിയർ എക്സസൈസ് വന്നാൽ പെട്ടെന്ന് വരാം. പ്രോട്ടീൻ പൗഡർ, വേ പ്രോട്ടീൻ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ, അതിന്റെ സൈഡ് എഫക്ട്സ് എത്രത്തോളം ഭയാനകമാണ്? ഈ ഭയാനം ഏറ്റവും നല്ല പ്രോട്ടീൻ എന്ന് പറയുന്നത് എഗ്ഗാണ്, മുട്ടയാണ് ഏറ്റവും നല്ല പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഏകദേശം 5 മുതൽ 6 വരെ ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. പ്രോട്ടീൻ്റെ കൂടെ ഒമേഗ 3 ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, ഒരുപാട് മിനറൽസ് ഉണ്ട്. എഗ്ഗാണ് ഏറ്റവും ബെസ്റ്റ് പ്രോട്ടീൻ. 1-2 ഫുൾ എഗ്ഗും പിന്നെ ഒരു 6-7 എഗ് വൈറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഡെയിലി റിക്വയർമെന്റിന്റെ ഒരു ഹാഫ് പ്രോട്ടീൻ റിക്വയർമെന്റ് അപ്പം തന്നെ നമുക്ക് കിട്ടും. നമ്മുടെ പ്രോട്ടീൻ റിക്വയർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മുടെ ബോഡി വെയിറ്റ് 70 kg ആണെങ്കിൽ 70 ഗ്രാം പ്രോട്ടീൻ ആണ് നമുക്ക് വേണ്ടത്. 1 kgക്ക് 1 ഗ്രാം പ്രോട്ടീൻ, ഇതാണ് നമ്മുടെ റിക്വയർമെന്റ് വേണ്ടത്. ഈ പ്രോട്ടീൻ കണ്ടന്റ് ഇൻടേക്ക് ഒരുപാട് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമുണ്ട്, അത് കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ബാലൻസ്ഡ് ഡയറ്റാണ് എപ്പോഴും നല്ലത്. ഒരു പ്രോട്ടീൻ ഇതുപോലെ എഗ്ഗ് കഴിച്ച് ഒരു അല്പം എക്സസ് പ്രോട്ടീൻ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പ്രത്യേകിച്ച് ബോഡി ബിൽഡിങ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഫുഡ് ഇൻടേക്കിന്റെ കാര്യമാണ്. എക്സസൈസ് ചെയ്യുന്ന എപ്പോഴും എംപ്റ്റി സ്റ്റൊമക്കിലല്ല, ചെറിയൊരു ലൈറ്റ് ഫുഡ് എപ്പോഴെങ്കിലും ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ഒരു 15-20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വേണം എക്സസൈസ് ചെയ്യാനായിട്ട്. എംപ്റ്റി സ്റ്റൊമക്കിലല്ല എക്സസൈസ് ചെയ്യേണ്ടത്. കാരണം ഫുഡ് എന്ന് പറയുന്നത് ഫ്യൂവലാണ്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്യൂവൽ വേണം. അപ്പോൾ ഒരു ചെറിയൊരു എംപ്റ്റി സ്റ്റൊമക്കിൽ രാവിലെ പോയി എക്സസൈസ് ചെയ്യുക എന്നുള്ളതല്ല കറക്റ്റ്. അപ്പോൾ നമ്മളൊരു ചെറിയ എന്തെങ്കിലും ഒരു ഡ്രിങ്കോ അല്ലെങ്കിൽ കോഫിയോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടോ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് വേണം നമ്മൾ പോയി എക്സസൈസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് തുടങ്ങും അങ്ങനെയല്ല സാധാരണ, ഒരു വാം അപ്പ് ഫേസ് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒരു സ്റ്റഡി ഫേസിലുണ്ട്, പിന്നെ ഒരു കൂൾ ഡൗൺ ഫേസ് ഉണ്ട്. ആ കൂൾ ഡൗൺ ഫേസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എക്സസൈസിൻ്റെ ഒരു ലാസ്റ്റ് പാർട്ട് നമ്മൾ ആ ഇൻറ്റൻസിറ്റി കുറച്ചിട്ട് കൂൾ ഡൗൺ ചെയ്യുന്നുണ്ട്.
പിന്നെ ഹൈഡ്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടമാനം സ്വെറ്റ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് കണ്ടമാനം ഫ്ലൂയിഡ് പോകും. അപ്പോൾ ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ പിന്നെ പ്രോട്ടീൻ ഡ്രിങ്ക് അല്ല സമയത്ത് ഈ ഇലക്ട്രാൽ പൗഡറോ അല്ലെങ്കിൽ ഇലക്ട്രൈറ്റ് അല്ലെങ്കിൽ കരിക്കും വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമുള്ള ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കണം ബോഡിയിൽ. ഇതിന് കണ്ടമാനം ഡീഹൈഡ്രേഷൻ വരും പെട്ടെന്ന്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ ഈ ജിമ്മിനകത്തുള്ള ഇഞ്ചുറീസ് വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ടെക്നിക്ക് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. അതായത് റോങ് ടെക്നിക്സ് ആണ് പലപ്പോഴും. പിന്നെ ഇറഗുലർ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു എല്ലാ ദിവസവും പോയി റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാതെ ആഴ്ചയിൽ 1-2 ദിവസം മാത്രം പോയി ഹെവി എക്സസൈസ് വർക്കൗട്ട് ചെയ്യുന്നതാണ് ഒരു പ്രശ്നം. പിന്നെ അഡക്വറ്റുള്ള റെസ്റ്റ് കൊടുക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റെസ്റ്റ് കൊടുക്കാതെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓവർ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ജിമ്മിനകത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. സർ, പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ജിമ്മിലോട്ട് പോകുന്നത് കൂടുതലും ഈ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടായിരിക്കുമല്ലോ പോകുന്നത്. ചിലത് വെയിറ്റ് ഗെയിനിങ്ങിന് വേണ്ടി പോകും. ഇതിൽ വേറൊരു വിഭാഗം ആൾക്കാർ എന്ന് പറയുന്നത് ഒബിസിറ്റി ആയിട്ടുള്ള ആൾക്കാർ, ഒബിസിറ്റി ആയിട്ടുള്ള. അതിൽ തന്നെ ഈ സാർക്കോപെനിക് ഒബിസിറ്റി എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടല്ലോ. സാർക്കോപെനിക് ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ 40 വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ ബോഡിയിലുള്ള മസിൽ മാസ് കുറഞ്ഞുകൊണ്ടിരിക്കും. മസിൽ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ എക്സസൈസ് വഴി വെയിറ്റ് എടുക്കുന്നത് വഴി നമ്മൾ ആ മസിൽ മാസ് ബിൽഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരു പ്രായം എത്തുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലെ മസിൽസ് കംപ്ലീറ്റ് പോകും. അപ്പോൾ ശരീരത്തിൽ ഇഷ്ടം പോലെ ഫാറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആളെ കാണുമ്പോൾ നല്ല ഉരുണ്ടിരിക്കും, പക്ഷെ ആൾക്ക് മസിൽസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഇങ്ങനെ ഈ ചില വണ്ണമുള്ള ആൾക്കാർക്ക് നടക്കാനുള്ള കണ്ടാൽ വണ്ണമൊക്കെ ഉണ്ട്, പക്ഷെ അവർ നടക്കാനായിട്ട് അവരെ കൊണ്ട് പോലും, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കയറാൻ അവരെ കൊണ്ട് പറ്റില്ല. ഇരുന്നിട്ട് എഴുന്നേക്കണമെങ്കിൽ ആരെങ്കിലും പിടിച്ച് സഹായിക്കണം. പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇരുന്നിട്ട് എഴുന്നേക്കണമെങ്കിൽ ആരുടെയെങ്കിലും കയ്യിലൊക്കെ പിടിച്ചിട്ടാണ് ചാടി എഴുന്നേക്കുന്നത്. അതിൻ്റെ അർത്ഥം അവർക്ക് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ആള് 70 കിലോ 80 കിലോ വെയിറ്റ് ഉണ്ട്, പക്ഷെ മസിൽ മാസ് തീരെ കുറവാണ്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. കാരണം അവർ എക്സസൈസ് ചെയ്യുകയോ വെയിറ്റ് ലിഫ്റ്റിങ്ങോ എടുക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നമുള്ളത്. നമ്മുടെ കയ്യിൽ വേറൊരു കുഴപ്പം കൂടെ ഉണ്ട്. ഈ കൊച്ചു പിള്ളേരുടെ ബാഗിന്റെ വെയിറ്റ് കൂടുതലാണ്. നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, പെട്ടിയൊക്കെ നല്ല വെയിറ്റ് എടുത്ത് ചുമന്നാണ്, കയ്യിൽ തഴമ്പ് വരെ ഉണ്ടാവും എന്ന് പെട്ടിയിൽ പോകുമ്പോൾ. പക്ഷെ ഇപ്പൊ പിള്ളേർക്ക് വെയിറ്റ് കൂടുതലാണ്, അവരെ കൊണ്ട് ചുമടെടുപ്പിക്കരുത്, അതാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി വെയിറ്റ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ ശരിക്കും നല്ല ന്യൂട്രീഷൻ ഉണ്ടെങ്കിൽ പിള്ളേരുടെ ട്രങ്ക് മസിൽസിനൊക്കെ നല്ല സ്ട്രെങ്ത് വരെ ചെയ്യുന്നുണ്ട്. ശരിക്കും അങ്ങനെ എടുപ്പിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതൊന്നും എടുപ്പിക്കാതെ അനങ്ങാതെ പൊണ്ണത്തടിയന്മാരായിട്ടുള്ള പിള്ളേരെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കാണ് പിള്ളേർക്ക് 25-30 വയസ്സാകുമ്പോഴത്തേക്കും ഓരോരോ അസുഖങ്ങൾ വരുന്നത്. അവർ എക്സസൈസ് ചെയ്ത് തന്നെ പഠിക്കണം, അവർ ഔട്ട്ഡോർ ഗെയിംസിന് പോകണം. ഇൻഡോർ ഗെയിംസ് ഒരിക്കലും ആ ഒരു സ്പോർട്സും ഇങ്ങനെയുള്ള സംഗതിക്ക് പേരൻസും അത് ടീച്ചേഴ്സും പുഷ് ചെയ്ത് എൻകറേജ് ചെയ്താൽ മാത്രമേ അവരത് ചെയ്യുള്ളൂ. അല്ലാതെ ചില കുട്ടികൾക്ക് അങ്ങനെ അതിനോട് താല്പര്യം ഇല്ലാത്തവരത് മാറി നിൽക്കും. അതുപോലെ ഈ തൈ മസിൽസിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടാകും ഫോർ ഹാർട്ട്? ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മസില് തൈ മസിലാണ്. ഈ തൈ മസിൽസ് സ്ട്രോങ് ആണെങ്കിൽ ആൾ നടക്കും, സ്റ്റെപ്പ് കയറാൻ പറ്റും. ഈ തൈ മസിൽസ് വീക്ക് ആണെങ്കിൽ കിടപ്പിലായി പോകും. ഈ പല സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ ഒരു 80 വയസ്സ് 85 വയസ്സുള്ള ആളുകൾ തമ്മിലുള്ള ഡിഫറൻസ്. കട്ടിലയിൽ കിടന്നു പോണ ആൾക്കാരുണ്ട്, അതേസമയത്ത് അവരെ കാണാൻ വരുന്ന ആൾക്കാരുണ്ട്. രണ്ടുപേരുടെയും പ്രായം ഒന്നായിരിക്കും. ഇവരുടെ തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവരുടെ തൈ മസിൽസ് ആണ്. തൈ മസിൽസ് സ്ട്രോങ് ആയിട്ടുള്ളവരെന്നും നടക്കും. അതുകൊണ്ടാണ് ഈ കൂടുതൽ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകണമെന്നാൽ ബസ് കയറാനായിട്ട് 2-3-4 കിലോമീറ്റർ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു എക്സസൈസ് പ്രോഗ്രാം നമ്മുടെ റെഗുലർ ലൈഫിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അന്ന് അങ്ങനെ ജിമ്മിൽ പോയി വേറെ അഡീഷണൽ എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇന്നുണ്ട്. ഇപ്പോൾ നടക്കാൻ പോകുന്നതിൽ ഏറ്റവും ബെസ്റ്റ് എക്സസൈസും ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ജിമ്മിൽ പോകുന്നത് തന്നെയാണ്. യാതൊരു സംശയമില്ല. കാരണം ജിമ്മ് കുറച്ചും കൂടെ സേഫ് എൻവറോൺമെന്റ് ആണ്, ഹൈജീനിക് ആയിരിക്കും. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ വളരെ എയർ കണ്ടീഷൻ ആൻഡ് കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ ആ ഒരു പലപ്പോഴും ജിമ്മിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. നമ്മൾ പലപ്പോഴും പേഷ്യൻസിനോടെങ്കിൽ പറയണം, നിങ്ങൾ ഡ്രസ്സ് ചെയ്ത് ജിം സ്യൂട്ട് ഇട്ട് ട്രാക്ക് സ്യൂട്ട് ഇട്ട് നിങ്ങൾ ജിമ്മിൽ പോയി അവിടെ ഇരുന്നാൽ മതി, നിങ്ങൾക്ക് എനർജി കിട്ടും എന്ന് പറയും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോസിറ്റീവ് എൻവറോൺമെന്റ് ആണത്. പിന്നെ അവിടെ ജിം ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പുറത്ത് നടക്കാൻ പോകുന്ന എക്സസൈസിന് നമ്മുടെ നാട്ടിൽ പ്രധാന പ്രോബ്ലം 6 മാസം മഴയാണ്. അപ്പോൾ 6 മാസം നടക്കില്ല. പിന്നെ നടക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ സുഹൃത്തുക്കൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിന്ന് വർത്താനം പറയുക, അങ്ങനെയുള്ള ആ എക്സസൈസ് കംപ്ലീറ്റ് ആകില്ല ഒരിക്കലും. പല സമയത്ത് അത് ഇൻകംപ്ലീറ്റ് ആണ്. പിന്നെ വാക്കിങ്ങിൻ്റെ എക്സസൈസിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അത് ലോവർ ബോഡിക്ക് മാത്രമേ കിട്ടുള്ളൂ, അപ്പർ ബോഡിക്ക് എക്സസൈസ് കിട്ടില്ല. വാക്കിങ്ങിന് ലോവർ ബോഡി നല്ല സ്ട്രോങ് ആയിരിക്കും, പക്ഷെ അപ്പർ ബോഡി ഭയങ്കര വീക്ക് ആയിരിക്കും. അപ്പോൾ വാക്കിംഗ് മാത്രം പോരാ. വാക്കിംഗ് മിനിമം വേണം എന്നുള്ളത് ശരിയാണ്, പക്ഷെ വാക്കിംഗ് അലോൺ അത് മാത്രം കൊണ്ടായില്ല. സാർ, അപ്പോൾ ഒരു സംശയം, ഈ സ്ഥിരമായിട്ട് വാക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഹാർട്ടിലോട്ട് ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്നാണ് സാർ? ഹാർട്ടിലേക്ക് ബെനിഫിറ്റ് കിട്ടും, പക്ഷെ മസിൽസും ഇതിനകത്തൊന്നും ബെനിഫിറ്റ് കിട്ടില്ല. അപ്പൊ അവരുടെ ട്രങ്ക് മസിൽസ് കണ്ടില്ല, കുറെ കഴിയുമ്പോഴത്തേക്കും ആൾക്ക് കൂന് വരും.
അതെ. അതുപോലെ തന്നെ കഴുത്തിന് വളവ് വരും, ഡിസ്കിന്റെ പ്രോബ്ലം വരും. കാരണം മുകളിലേക്കുള്ള എക്സസൈസ് ഇതൊന്നും ബിൽഡ് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. മസിൽ മുകളിലെല്ലാം വളരെ വേസ്റ്റഡ് ആയിരിക്കും. ഈ മസിൽ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെ തരം ഫുഡ് ആയിരിക്കും അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഫുഡ് ആയിരിക്കും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും? പ്രോട്ടീൻ എടുക്കണം. ഇപ്പൊ ഈ പ്ലാൻ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്ക് പയറ് അങ്ങനത്തെ ഉള്ള ബീൻസ് അതൊക്കെ നല്ലതാണ്. എഗ് ആണ് ഏറ്റവും ബെസ്റ്റ് സോഴ്സ്. പിന്നെ ഫിഷ് അങ്ങനത്തെ മീറ്റ് അങ്ങനെയുള്ളതൊക്കെയാണ് പ്രോട്ടീൻ സോഴ്സ് ഏറ്റവും കൂടുതലായിട്ടുള്ള സംഗതി. അപ്പൊ ഈ എക്സസൈസ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് ഈ പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡ് കഴിക്കുക. പിന്നെ ഈ ജിം ഇൻസ്ട്രക്ടറുടെ അറിവോടും ഇതോടുകൂടി മാത്രമേ ഈ പ്രോട്ടീൻ പൗഡേഴ്സ്, വേ പ്രോട്ടീൻ അങ്ങനെയുള്ള സംഗതികൾ എടുക്കാവുള്ളൂ. കാരണം ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് ഹോർമോൺസ് ആഡ് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടാവും നമുക്ക് എപ്പോഴും. അപ്പൊ നല്ല ക്വാളിറ്റി പ്രോട്ടീൻ പൗഡർ ഇൻസ്ട്രക്ടറുടെ ഇതോടുകൂടി നിർദ്ദേശത്തോടുകൂടി മാത്രമേ കഴിക്കാവുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. വേ പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിന്റെ സോഴ്സ് കറക്റ്റ് ആയിരിക്കണം, അതിന്റെ ക്വാളിറ്റി നല്ലതെന്ന് ഉറപ്പായിരിക്കും. ബോഡി ബിൽഡേഴ്സ് ആയിട്ടുള്ള ചെറുപ്പക്കാർ ഒരുപാട് പേരുണ്ട്. അവർ ഈ കോമ്പറ്റീഷൻ ഒക്കെ പോകുന്ന സമയത്ത് ഈ സ്റ്റിറോയിഡ് ഒക്കെ എടുക്കുന്നതായിട്ട് നമുക്കറിയാം. അതിന്റെ സൈഡ് എഫക്ട്സ് എത്രത്തോളമാണ്? സ്റ്റിറോയിഡിന്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. സ്റ്റിറോയിഡ് അങ്ങനെയുള്ള അനാബോളിക് സ്റ്റിറോയിഡ്സ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഇൻഫെർട്ടിലിറ്റി ചാൻസ് കൂടുതലാണ്. പിന്നെ ഓവർ ടൈം അവർക്ക് ഡയബറ്റിസ്, ലിവർ പ്രോബ്ലംസ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ സാധാരണ ബോഡി ബിൽഡിങ്ങിന് പോകുന്ന സാധാരണ എക്സസൈസിനകത്ത് പോകുന്നതിനകത്തൊരു വളരെ 1%-2% പേര് മാത്രമേ ഉള്ളൂ അതൊരു മേജർ സീരിയസ് ആയിട്ട് എടുക്കുന്ന സംഗതിയായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഈ സുമോ റെസ്ലേഴ്സിനുണ്ട്, ജാപ്പനീസ് സുമോ റെസ്ലേഴ്സ് ഉണ്ടല്ലോ. സുമോ റെസ്ലേഴ്സ് അവർക്ക് ആയുസ് വളരെ കുറവാണ്. 40 വയസ്സ് വളരെ ചുരുക്കം ആൾക്കാരെ ക്രോസ് ചെയ്യുള്ളൂ. ഇവരുടെ പ്രൊഫഷണൽ എക്സസൈസിന്റെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ചെയ്ത് അവർ വെയിറ്റ് കുറയ്ക്കും. ഇല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഹാർട്ടിന്റെ പ്രോബ്ലംസ് അങ്ങനെയൊക്കെ വരും. കാരണം അവരെ ഇങ്ങനെ ഓവർ ഫീഡ് ചെയ്തിട്ടാണ് ഈ വെയിറ്റ് ഉണ്ടാക്കി എടുക്കുന്നത്, അവർ ആ ഷേപ്പായി എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഷോ ഗെയിംസിൽ സ്പോർട്സിലുള്ളവർക്കൊക്കെ സാധാരണ പോലെയുള്ള ആൾക്കാരെ പോലെ അല്ല അവരുടെ ഡയറ്ററി റെജീമും എക്സസൈസ് പ്രോഗ്രാമും ഹോർമോൺസും യൂസും ഡ്രഗ്സും അതുമെല്ലാം വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ ഈ ഒളിമ്പിക്സിനൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടല്ലോ ഇങ്ങനത്തെ ഉത്തേജക മരുന്നുകൾ ഉപയോഗിച്ചതിന് ശേഷം ബാൻ ചെയ്തു എന്ന് പറഞ്ഞ് എത്രയോ ഇതുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുന്നേ ഒരു ചോദ്യം കൂടി. നമ്മുടെ സെലിബ്രിറ്റി ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. വളരെ സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയ ഒരു 2-3 ഇൻസിഡന്റ് ആണ്. നമ്മുടെ സ്പോർട്സ് രംഗത്ത് നിന്നും കുറെ ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്കും ബൈപ്പാസ് സർജറി ഒക്കെ വേണ്ടി വന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കപിൽ ദേവ് അല്ലെങ്കിൽ സൗരവ് ഗാംഗുലി പോലുള്ള. ഞാൻ ചിന്തിച്ചത് എത്രയോ വർഷമായിട്ട് ഒരു ഫീൽഡില് അവരെ പോലെ ട്രെയിൻ ചെയ്യുന്ന എക്സസൈസിലൂടെ കടന്നുപോയ ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും സെലിബ്രിറ്റി ഫിലിം ഇൻഡസ്ട്രിയിൽ പോലും. പക്ഷെ ഇവർക്ക് എങ്ങനെയാണ് സാർ ഇങ്ങനെയുള്ള ഹാർട്ട് അറ്റാക്കും അതുപോലുള്ള ഇഷ്യൂസ് വരുന്നത്? നമ്മൾ എക്സസൈസ് പ്രോഗ്രാം ചെയ്യാന്ന് പറയുന്നത് നമ്മളൊരു വണ്ടി ഓടിക്കുന്ന പോലെയാണ്. എത്ര നല്ല വണ്ടിയാണെങ്കിലും നമ്മുടെ റോഡിലെ റൂൾസും റെഗുലേഷൻസും അനുസരിച്ച് മോഡറേറ്റ് സ്പീഡിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഓടിക്കുക എന്നുള്ളതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള സംഗതി. ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കുമ്പോൾ, കെയർലെസ് ആയിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഒക്കെ വണ്ടി ഓടിക്കുമ്പോൾ ആക്സിഡൻസ് വരാൻ ചാൻസ് ഉള്ള പോലെ തന്നെ നമുക്ക് നമ്മുടെ ബോഡിക്കും ആക്സിഡൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഏജ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടർ. ഏജ് കൂടുന്തോറും നമ്മുടെ ബോൺസിന്റെ സ്ട്രെങ്ത് കുറയും, നമ്മുടെ ലിഗമെന്റ്സിന്റെ സ്ട്രെങ്ത് കുറയും, നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ അകത്തുള്ള പ്ലാക്സ് ബിൽഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ സെലിബ്രിറ്റീസ് ഇങ്ങനെയുള്ള ആൾക്കാർ പറയുന്നത് ഹെൽത്തി ഡയറ്റാണ് അവർ ഫോളോ ചെയ്യണമെന്ന് ഒരു ഉറപ്പുമില്ല. പല സമയത്ത് അവർക്ക് പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്തും ചെയ്തോളയും ചിലപ്പോൾ. അപ്പം അങ്ങനെ ഉള്ള പല സ്റ്റോറീസും നമ്മൾ ഇടയ്ക്ക് കേൾക്കാറുണ്ട്. അപ്പോൾ അതൊന്നും കറക്റ്റ് ആവണം എന്നില്ല പലപ്പോഴും. പിന്നെ ഇവരുടെ ആ സ്പോർട്സ് കരിയർ അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പിന്നെ ഇവർ വേറൊരു രീതിയിലാണ്. അങ്ങനെ പോകാറുണ്ട് പലപ്പോഴും. ഓക്കെ സാർ. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ ജിമ്മിൽ പോകുന്ന ആൾക്കാർ വർക്കൗട്ടും അത് എടുക്കേണ്ട രീതിയും ഇൻസ്ട്രക്ടറിന്റെ അഡ്വൈസും എല്ലാം നോക്കുക, നല്ല രീതിയിലുള്ള വർക്കൗട്ട് ചെയ്യുക, ആരോഗ്യവാന്മാരെ ഇരിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു.